ആ എവിടെ ഇരിക്കുകയായിരുന്നാ? രാവിലെ തന്നെ തുടങ്ങിയില്ലേ ഫോണിൽ കുത്താൻ? ഞാൻ ഫോണിൽ കുത്തിയതുകൊണ്ട് എന്ത് വേണം ചെയ്യും. ചേട്ടനെ തോന്നും. കാലത്ത് തന്നെ നീ ഭയങ്കര കലിപ്പ് മോഡലാണല്ലോ. പിന്നെ സൈലന്റ് മൂഡിലിരിക്കണ എൻ്റെ അടുത്ത് രാവിലെ വന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പിന്നെ കലിപ്പ് മൂടാൻ വേണ്ടിയിട്ടില്ല. അയ്യോ എൻ്റെ പൊന്നെ, നീ സൈലന്റ് മോഡിൽ തന്നെ അവിടെ ഇരി. അവിടെ തോണ്ടിക്കൊണ്ടിരിക്കും. നല്ലത് തോണ്ടിക്കൊണ്ടിരി. നീ കാത്തോടി പോയെന്നാണ്ടാ? ഞാൻ നിന്നോട് വെച്ച് ചേച്ചി അവിടെ പോയെന്നുണ്ടോന്ന്. ചേട്ടൻ്റെ ഭാര്യയുടെ കാര്യം എന്നോടാണ് ചോദിക്കണേ. ഞാൻ ഇപ്പോൾ ഉറക്കന്നിട്ട് വന്നപ്പോൾ അവളെ വീട്ടിൽ അന്വേഷിച്ചിട്ട് കാണാൻ ചെയ്യുക. അതാ ചോദിച്ചത് നിൻ്റെ അടുത്ത് ഞാൻ. എന്നോടൊന്നും പറഞ്ഞില്ല. രാവിലെ മുഖം വീർപ്പിച്ച് ഓണാണ്ട് പോയി. എവിടേക്ക് പോയത്? ചേച്ചിയുടെ വീട്ടിൽ പരാതി പറയാൻ പോയതാവും. പരാതിയാ? പിന്നെ വെള്ളം അടിച്ച് ബോധമില്ലാണ്ട് 4 കാലിൽ വന്നാൽ പിന്നെ പരാതി പറഞ്ഞില്ലേ അനുഭവമുള്ളൂ. ആര് വെള്ളം അടിച്ച് ബോധമില്ലാണ്ട് വന്നു? ഞാൻ എപ്പോൾ വെള്ളം അടിച്ച് ബോധമില്ലാണ്ട്? നന്നായിട്ടുണ്ട്. വല്ല ഓർമ്മയുണ്ടോ ഇന്നലെ നടന്നത്? എന്നിട്ട് നടന്നു? ഒന്നും നടന്നില്ല. ഞാൻ ഇന്നലെ രാത്രി ടൈമിങ് മാറിപ്പോയ നല്ല കോമഡി ആയിരുന്നേനെ. ഇന്നലെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ രാത്രി സൗണ്ട് ആയിട്ട് ചെന്നപ്പോൾ ഫ്രിഡ്ജ് തുറന്നിട്ട് മൂത്രം വയ്ക്കാൻ നിങ്ങൾ നിൽക്കായിരുന്നു. ഈ ഫ്രിഡ്ജ് തുറന്ന് മൂത്രം വയ്ക്കാൻ? ഞാനല്ല, നിങ്ങളല്ലോടോ ബോധമില്ലാണ്ട് വന്നത്. ബാഗുണ്ട് ഫ്രിഡ്ജിൽ മുള്ളാണ്ടിരുന്നത്. അതെ എന്തേ? ഒന്നുമില്ല. നീ ഈ ഫ്രിഡ്ജിന്റെ കാര്യം ഇനിയിപ്പോ ഇതിപ്പോ ആരോടും പറയാൻ നിൽക്കണ്ട. അതാരും കണ്ടിട്ടില്ലല്ലോ. പ്രത്യേകിച്ച് എന്റെ ചേച്ചിയുടെ അടുത്തൊന്നും പറയാതിരുന്നു. വലിയ ഉപകാരമായിരുന്നു. ഇനി എങ്ങാനും ചിലപ്പോൾ ചേച്ചിക്ക് എന്നോട് ദേഷ്യം വന്നാലേ ചേച്ചി ചിലപ്പോൾ പറയും ഫ്രിഡ്ജിൽ മുള്ളാൻ പോയതിൻ്റെ അനിയനല്ലേന്ന്. അതെ, നമ്മുടെ കുടുംബത്തിനാണ് നാണക്കേട്. എണീറ്റാ? അമ്മ പുറത്ത് പോയി. അമ്മ ഇപ്പൊ വരും. ചീന വേണമൊന്നുമില്ലല്ലോ. അച്ഛന്റെ വായിക്കാത്തന്നാണ് പറഞ്ഞത്. അതച്ഛനെ പല്ല് കേൾക്കാത്തോണ്ടാ. പല്ല ചെയ്യുന്നത് ശരിയാ കേട്ടെ. ഓടേരം വേണം. കറക്റ്റ് ഓടേരം വേണ? അച്ഛന്റെ വായിക്കാത്തന്ന് പറഞ്ഞു. പക്ഷെ പിള്ളേർക്ക് ഒരു കാര്യം മനസ്സിലായി. അങ്ങനെയൊന്നുമില്ല. അതെ, മോൻ പോയി അപ്പുറത്ത് പോയിട്ട് കഴിക്കും. പല്ലേക്ക് അച്ഛനും പല്ലേക്കാം. ഫോണ് ഗെയിം കളിക്കാൻ തരുന്നില്ല. നീ വേറെ വല്ല ഗെയിം പോയി കളിച്ചാൽ മതി. പോ ചെല്ലി. രാവിലെ തന്നെ ഗെയിം കളി തുടങ്ങിയാൽ മതി. ഓർഡർ ഇത് ഒരു ഗെയിം ഒരു വട്ടം കളിച്ചാൽ മതിയേ. വന്ന് പിള്ളേർ വരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നീ ഇതുവരെ ശരിയായില്ലേ? എനിക്കെന്തൊരു കുഴപ്പം ശരിയാവാണ്ടിരിക്കേ? നമുക്ക് പോണ്ടേ? എവിടേക്ക് പോണ്? ഞായറാഴ്ചല്ലേ? അതിന് കള്ളുഷാപ്പിലോട്ട് 2 കട്ടിച്ച് ചില്ലായിട്ട് കറിയെല്ലാം കൂട്ടിയിട്ട്. ഞാനൊന്നുമില്ല. അപ്പൊ നിനക്ക് ഓർമ്മയില്ലേ? ഇന്നലെ പറഞ്ഞത് ഓർമ്മയില്ലേ? ഞാൻ എന്ത് പറഞ്ഞു? നമുക്ക് കള്ളുഷാപ്പിൽ പോവാന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? ഞാൻ കള്ള് ഷാപ്പിൽ പോവാന്നൊന്നും പറഞ്ഞിട്ടോ. നിനക്ക് അടിക്കുമ്പോ മാത്രം നീ ഓരോന്ന് പറയല്ലേ. പല്ലച്ച നീ? ഇല്ലടാ, ഞാൻ ഉറക്കുന്നിട്ടുള്ളോ. പല്ലേക്കാണ് നിക്കണ്ട. വായല കുപ്പിച്ചിട്ട് നിനക്ക് നേരം വെളുക്കുമ്പോ തന്നെ കുടിക്കാന്നുള്ള ഒറ്റ ചിന്തയുള്ളത് നിനക്ക്. ഞാനൊന്നുമില്ല. കുറച്ച് കാലത്തേക്ക് ഈ പരിപാടി നിർത്തി. നീ ഫിറ്റായി പറഞ്ഞാൽ അവളെന്നെ കുടുംബത്തെ വരില്ലേ? കുടുംബത്തെ വരില്ല. എടാ, ഇത് മദ്യല്ലല്ലോ, കള്ളല്ലേ. 2 പ്രാവശ്യം മൂത്ര വെച്ചത് പോയില്ലേ? എന്നും മിണ്ടാണ്ട് പോയി. എന്റെ ജസ്റ്റിനെ ഇന്നലെ തന്നെ അവള് റൂമിൽ കയറി വാതിലടിച്ചാണ്ട് ഞാൻ അപ്പുറത്തെ റൂമിലായിരുന്നു. നീയേ മോങ്ങിട്ടൊന്ന് മോങ്ങിട്ട് വേടാ. മോഴല്ലേ, ഞാൻ വൃത്തിയായിട്ടൊന്ന് പല്ലേക്കിട്ടാ. നീ വിട്ടോ. എന്താന്നറിയോ, ക്രാവ് പറഞ്ഞപ്പോ മനസ്സിലായത് ഒരു നാട്ടടാ. നീ ഇന്നലെ ചന്ദനത്തലല്ലേ കലക്കി പിടിച്ചത്? പിന്നെ മണല്ലാണ്ടിരിക്കോ? അതന്നെ പറഞ്ഞേ. അടുത്ത കുരിപ്പ് വരുന്നുണ്ട്. ഇതാരത്? അത് അവളുടെ അമ്മാവന്റെ മോനാണ്, ശിശിരേഷ് കുമാർ. കുറെ ഉണ്ടല്ലേ ഇങ്ങനത്തെ സാധനങ്ങള്? ഇഷ്ടം പോലെ ബന്ധുക്കളുണ്ടാ. അളിയൻ അളിയാ, സുഖല്ലേ? അളിയന്റെ സുഖമൊക്കെ തന്നെ. പക്ഷെ അളിയന്റെ പെങ്ങൾക്കാണ് അസുഖം. അല്ല ചേട്ടന്റെ പെങ്ങൾക്ക് എന്താ പറ്റി? ചേട്ടന്റെ പെങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ പെങ്ങളെ കെട്ടിക്കൊണ്ടുവന്ന് ഒരുത്തനുണ്ടല്ലോ, അവനാണ് അസുഖം. അവൻ്റെ അസുഖം തീർക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടാ. അല്ല ചേട്ടനെന്താ സുഖം? ഞാടാ വാടാ.
ഞാൻ ജസ്റ്റ് ജസ്റ്റിൻ ജസ്റ്റ് വന്നെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോണം. അയ്യോ ഇത് തൃശ്ശൂരുള്ള എന്റെ സുഹൃത്താ ഇപ്പൊ ഇവിടെയാ നമ്മള് തൃശ്ശൂർ ഫ്രണ്ട്സാ. തൃശ്ശൂർ ഫ്രണ്ട്സ് ആണല്ലേ? അളിയ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് വന്നിട്ട് തൃശ്ശൂർ ബെൽറ്റ് ഉണ്ടാക്കുകയാണ് അവിടെ. അല്ല അങ്ങനെയല്ല നമ്മളുടെ അളിയ ഇങ്ങോട്ട് വാ. വാ അളിയ. അളിയനോട് എനിക്ക് ചില കാര്യങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. വാ അളിയൻ വാ. വാ അളിയ. എന്തോ അളിയാത് നോക്കല്ലേ നോക്കല്ലേ, ഇടിച്ച് നിന്റെ 34 പല്ല് ഞാൻ താഴെ ഇടും. 32 പല്ലല്ലേ ഉള്ളു ഒരാൾക്ക്. 32 പല്ലേ ഉള്ളെന്ന് എനിക്കറിയാം. പക്ഷെ നിന്റെ സ്വഭാവം അനുസരിച്ച് നിനക്ക് 2 എല്ല് 2 പല്ലും കൂടുതലാണ്. ഇന്നലെ നീ എന്ത് വൃത്തിയാണ് നീ ഇന്നലെ കാണിച്ചത്? നീ കൂടുതൽ സംസാരിക്കരുത് എൻ്റെ അടുത്ത്. ഇന്നലെ രാത്രി നീ അടിച്ച് വിറ്റ ഇവിടെ ഈ വീട്ടിൽ കിടന്ന് എന്ത് ബഹളം കാണിച്ചത്? ഒരു കൊച്ചു ഒരു പെണ്ണുള്ള വീട് തന്നെയാ. നിനക്ക് എന്തെങ്കിലും ബോധം ഉണ്ടാണോ നിനക്ക്? അളിയ ഈ നീ സംസാരിക്കരുത്. എന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. എന്റെ പെങ്ങള് കാർത്തു. എന്റെ മാമന്റെ മോളാണെങ്കിൽ എനിക്ക് ജനിക്കാതെ പോയ എന്റെ പെങ്ങളാണ്. അറിയാമോ നിനക്ക്? അവളെ കണ്ണൊന്നും നനഞ്ഞാൽ നിനക്ക് എന്നെ അറിയില്ല. മാട്ടിച്ചടിച്ച പോത്താണ് ഞാൻ. നോട്ടങ്ങൾ ഇടിച്ച് കൊല്ലി ഞാൻ നിന്നെ. എനിക്ക് അത്രയ്ക്കുള്ള കലിയാണ് എനിക്ക് പറഞ്ഞത്. മീശയം വെച്ചോണ്ട് നടക്കണ ആണല്ലോ നീ. ആഭാസേ, വൃത്തികെട്ടവൻ, തെമ്മാരി, താന്തോന്നി, കള്ളൂടിയേ. അളിയ ഞാൻ നന്ദനാണ് ഞാൻ. ഇങ്ങനെയൊക്കെയാണ് ശരിക്കും ഇങ്ങനെയൊക്കെയാണ് ശരിക്കും അളിയൻ്റെ അടുത്ത് ഞാൻ പെരുമാറേണ്ടത്. പക്ഷേ എന്റെ സംസ്കാരം അതിനെ അനുവദിക്കുന്നില്ല. പേടിച്ചു പോയാ? പേടിച്ചു. അയ്യാ, നമ്മ പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവും. അളി ഇന്നലെ ലേശം അടിച്ചില്ലായിരുന്നോ? കുറച്ച് ഇടയ്ക്കിടയ്ക്ക് അടിച്ചിവിടെ ഒന്ന് പ്രശ്നമാണെന്ന് അവൾ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു. ഇല്ലല്ല ഒന്നും പറയണ്ട. കാർത്തു എൻ്റെ അടുത്ത് പറഞ്ഞു. കാർത്തു കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുമ്പോൾ അളി അവളടുത്ത് മാന്യമായിട്ടൊന്ന് സംസാരിച്ചിട്ട് കാലിൽ പിടിച്ച് മാപ്പ് എന്ന് ചെറുതായിട്ട് ഒന്നളിയും പറയണം. കാലിയെ പിടിച്ച് മാപ്പാ? ചെറുതായിട്ട് അളിയൻ പറയില്ലേ? അല്ല മാപ്പ് അളിയൻ പറയില്ലേ? അല്ല അളിയ നോക്കാം പറയാ. അമ്പാടി എവിടെ പോയി? അതാരത്? ഇവിടുത്തെ അമ്പാടി. അമ്പാടി തന്നീലോരുണ്ണി മോനെ അഞ്ചനക്കൺ. അമ്പാടിക്കുട്ടോ. ഇത് മാട്ടിച്ച കടിച്ച വെറും പോത്തല്ലത്. വിത്തുകാള. കേട്ടു, നന്നായി കിട്ടിയതുകൊണ്ടല്ലേ? അങ്ങനെയൊന്നും ചെറുതായിട്ട് ഭീഷണിപ്പെടുത്തൽ ഇതൊക്കെ. ഇടിച്ചാ തന്നെ എന്നെ ഇടിക്കാനാ? പിടിച്ചൊന്നുമില്ല. നീ ശബ്ദമല്ല കേട്ടാ? വായിൽ തുണി തിരികെ പിടിച്ചാലേ ശബ്ദം കേട്ടിട്ടേ. ഒന്ന് പോയാൽ അവിടെ നിന്ന് ചുമ്മാ ഒന്നും വരട്ടി. ഒന്നാമത് ഒരു കാട്ടുപോത്തിന്റെ സ്വഭാവമാണ്. ആ 7ാം ക്ലാസ് വരെ അങ്ങോട്ട് പഠിച്ചിട്ടില്ല. കൃഷിയും ഇതായിട്ട് നടക്കാണ്. ആവശ്യത്തിന് കൂടുതൽ ആരോഗ്യം. പോന്ന് പറഞ്ഞ വിവരമില്ല. ഒറ്റ ബുദ്ധിയാണ്. സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണോ? അല്ലാണ്ട് എനിക്ക് അയാളെ പേടിൻ്റെ കാര്യമൊന്നുമല്ല. എനിക്ക് കാര്യങ്ങൾ പറയാറിയാത്തോണ്ടല്ല. പിന്നെ പറയുമ്പോ അത് വേറെ ഒന്നും ഉണ്ടാവില്ല. അല്ലാണ്ട് പേടിയൊന്നും ഇല്ല എനിക്ക്. അതെനിക്ക് മനസ്സിലായി. നീ കയറി പോണ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നിനക്ക് പേടിയില്ലെന്ന്. എന്നിട്ട് അല്ല, ഭയങ്കര ദേഷ്യല്ലേ? നമ്മളിപ്പം വെട്ടാൻ വരുന്ന പോത്തിന്റെ മുന്നിൽ വേദൂതിട്ട് വല്ല കാര്യമുണ്ട? അപ്പൊ ആള് പറയണ എന്താണെന്നറിയോ? ഇങ്ങേര് പറയണത് ഇപ്പൊ കാത്തു ഇപ്പൊ തിരിച്ചു വരും. ഞാൻ അവളുടെ അടുത്ത് സോറി പറയണം, മാപ്പ് പറയണം, എന്നിട്ട് ഇവിടുന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോയാണ്. നീ ഇപ്പൊ മാപ്പ് പറയാൻ പോണ? കോപ്പ് പറയും ഞാൻ. മാപ്പ് കെട്ടി പെണ്ണിന്റെ അടുത്ത് മാപ്പ് പറയേണ്ട എനിക്കില്ല. അതെ, മുള്ളിനെ മുള്ളോണ്ട് എടുക്കണം. അവിടെ മുള്ളി പോയേനെ ഞാൻ. നീ എന്നിട്ട് പരിപാടി? അല്ലാതെ മുള്ളിനെ മുള്ളോണ്ട് എടുക്കണമെന്ന് മനസ്സിലായില്ലേ എനിക്ക്? തുറുപ്പ് വെച്ച് വെട്ടണം. തുറുപ്പിനെ തുറുപ്പോണ്ട് വെട്ടണം. എനിക്കൊരു കാര്യം ചെയ്തേ, ബെസ്റ്റ് ഐഡിയ ഉണ്ട്. കാട്ടുമാനം നിൽക്കണ്ടേ? ഒരു 1450 രൂപ. പൈസയിൽ വേണ്ട, ഗൂഗിൾ പേ ചെയ്താൽ മതി. 1450? എന്തിന്? അതൊക്കെ ഉണ്ടാ. എന്താ വിളിച്ചത്? എന്താ ഇതിന്റെ അർത്ഥം? എന്റെ കുടുംബത്തിൽ ഞാൻ മദ്യം കയറ്റാറില്ല. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് എന്നെ പരീക്ഷിക്കാൻ കൊണ്ടുവന്നാണ്. ഇതെന്നെ പരീക്ഷിക്കാൻ കൊണ്ടുവന്നാണ്. വേണ്ടേ? എനിക്ക് വേണ്ട. ഞാൻ കഴിക്കില്ല. എന്റെ കുടുംബത്തിൽ ഞാൻ കേട്ടില്ലത്. അരുത്. നീ കഷ്ടപ്പെട്ട് വിവറേജ് കൊണ്ട് വാങ്ങിച്ച സാധനമല്ലേ? എനിക്കൊരു ചെറിയ കമ്പനി ചെയ്ത ഒരു ചെറുതൊഴി. എനിക്ക് കമ്പനിയുടെ ആവശ്യമില്ല, ഞാൻ കടിച്ചോളാം. അയ്യോ, കമ്പനിയില്ല, ഞാൻ കഴിക്കില്ല. വേണ്ട,
ഒരു ചെറിയ കമ്പനിയാ. ആണോ? എന്റെ കമ്പനി വിട്ടിട്ടില്ല, അടിപൊളിയാണ്. ഒരു ചെറുതൊഴി, ചെറുതൊഴി, ചെറുത് ചെറുതൊരെണ്ണ ഒഴി. അല്ല, വീടിന്റെ ഉള്ളിൽ മദ്യം കയറ്റാൻ പറ്റില്ല പറഞ്ഞിട്ട്. എടാ പ്രാന്ത, ഇത് വീടിനുള്ളതാണ്. ഔട്ട് സൈഡ് അല്ലേടാ, പുറത്തല്ലേടാ. നീ ഒഴി അങ്ങോട്ട്. വേറൊരു സംഭവം മറന്നുട്ടാ. എന്താണ്? വെള്ളം എടുക്കാൻ മറന്നു. എടാ ഇത് വെള്ളം പോലെയല്ലേ ഇരിക്കുന്നത്. ഇതും വെള്ളം ഒരേ കളറല്ലേ, പിന്നെ വെള്ളം ഒഴിച്ചതിന് അശുദ്ധാക്കണതിന് അമ്മ താമസിച്ച് പറ്റിക്കാന്ന്. നീ ഒഴി വരണം. എത്ര മതിയില്ലേ? ചെറുതൊഴി, ചെറുത്. ചെറുത് പോയിട്ട് വലുതായില്ല കേട്ടാ. ചെറുതി. ഓ സാധനം വിരല് കഴുകി തന്നെടാ. 1 2 3. ഇതെന്ത് സംഭവം? ഇത് ഞാൻ വെള്ളം അടിക്കണതിന് ഇപ്പൊ കാരണന്മാർക്ക് കൊടുക്കും. സ്വന്തം വിരലുണ്ടല്ലേ നമുക്കുണ്ട്. എന്റെ വിരൽ ഞാൻ ഇത് തൊടൂല. ഞാൻ ഇന്നലെയും കൂടെ എന്റെ മൂത്ത ചേർക്കേണ്ട തലയടിച്ച് ആണിട്ടേ ഉള്ളൂ. മദ്യം കൈ കൊണ്ട് തൊടൂല. ഒരു ചെറുതൊഴി. നിനക്കല്ല, എനിക്ക് ഒഴി. പിടിച്ച് പറഞ്ഞ 2-3 ഇങ്ങനെ സ്റ്റെപ്പ് അടിച്ചാലേ ഈ സാധനം പിടിക്കുള്ളൂ. കുഴപ്പമില്ല കേട്ടോ. ഇനി ഒരെണ്ണം അടിച്ചോ എന്ന് ഞാൻ പറയൂല. എനിക്കൊഴി, എനിക്ക് നിന്റെ കയ്യിരുന്ന സേഫ് അല്ല. നീ പറഞ്ഞ ശരി എന്നടേ. ഇത് വെറും കാവടിയല്ല, ഇത് പൂക്കാവടിയാടും. സൂപ്പർ സാധനം. ആറുമുഖൻ മുന്നിൽ ചെന്ന് കാവടിയൊന്നാട്, ആറുമുഖൻ മുന്നിൽ ചെന്ന് കാവടിയൊന്നാട്. എന്തൊരു ഉപദേശമായിരുന്നല്ലോ അങ്ങേര്. ഓടുന്നടാ നിന്റെ അളിയ ശിശിരകുമാർ. എന്തടിയാള് കിണറ്റിലേക്ക് വയ്ക്കണ പോലെ അടിച്ചു കൊടുക്കും. ഒരു തുള്ളി കിട്ടിയില്ലേ, ഒരു തുള്ളി വന്നില്ലേ ആള്. ഓ എന്തൊരു സാധന. നന്നായി. ആ കാത്തു വരുന്നത് കേട്ടാ. അതെ എടാ, ഒരു 1000 രൂപ തരുമോ? നിനക്ക് നേരത്തെ ഞാൻ 1450 തന്ന് മറിച്ചല്ലേ, അപ്പൊ തൽക്കാലം മതി. നീയായി നിന്റെ കുടുംബക്കാരായി. ഞാനൊന്നും കേൾക്കില്ലേ. ഇതെങ്ങനെ അങ്ങട് എന്താ ഗേറ്റ് പിടിടാ, മതിലടാ അവിടെ. കുഴപ്പമില്ല, ഞാൻ മതിൽ ചാടി ഓടിക്കോളാം. ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു. എന്താണ് മുഖം ഒരുപാട് ഇരിക്കണത്? ഒന്നുമില്ല. എന്റെ ചേട്ടൻ വന്നല്ലേ? വന്ന് നല്ലത് കിട്ടിക്കാണും അല്ലേ? ഓ കിട്ടി. മുഖം കണ്ടപ്പോഴേ തോന്നി. ഓ എന്ത് പറഞ്ഞു? അത് പലതും പറഞ്ഞ് എന്നെ കൊണ്ട് നിന്റെ അടുത്ത് മാപ്പ് പറയിക്കുമെന്ന് പറഞ്ഞ്. ഇപ്പം മനസ്സിലായ നിങ്ങൾക്ക്? ഇപ്പം മനസ്സിലായ എന്റെ കുടുംബത്തും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ചോദിക്കാനും പറയാൻ ആണുങ്ങൾ വരുമെന്ന്. ചോണയുള്ള ആണുങ്ങള് ഇപ്പൊ കിട്ടിയില്ലേ? ചിലത് അങ്ങനെയാണ്, കിട്ടേണ്ടത് കിട്ടിയാലേ പഠിക്കും. അതെ. നിങ്ങളെ എന്റെ കുടുംബത്തെ ആണുങ്ങളെ കണ്ട് പഠിക്കും. എന്റെ ചേട്ടനെ ഒരു അവതാരമാണ്. അവതാരാണോ അപരാധാണോ എന്ന് അറിഞ്ഞൂടാ. എന്തോന്ന്? അല്ല, ഈ അവതാരാണല്ലോ. അവതാരപ്രവീട് ആ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച ആ മൂർത്തിയെ നിനക്ക് കാണണ്ടേ? കാണ്. ഞാൻ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് മാനേജ് കൊള്ളാം. പെങ്ങളെ, ഈ വീടിന്റെ വാസ്തു ശരിയല്ല. കണ്ടാ തൂണിങ്ങോട്ട് മറിഞ്ഞു വീണ. ഞാൻ പിടിച്ചിട്ടുണ്ട്, ഒന്നും പേടിക്കണ്ട. എന്ത് പറ്റാ, ഞാൻ ഒന്നും ചെയ്തില്ല. തുണിക്കാൻ വേണ്ടി താങ്ങി പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് ആങ്ങള. വന്നു കയറിയ സമയം തൊട്ട് എന്നെ കൊണ്ട് നിന്റെ അടുത്ത് മാപ്പ് പറയിക്കും ഇരിക്കുന്നു. മാപ്പ് പറയടാ മാപ്പ്. അതിന്റെ ഇടയിൽ പോയി വെള്ളടിച്ച് വന്ന് കാണുന്നുണ്ട്. സംഭവം ഞാൻ ഇന്നലെ 2 അടിച്ച് കൂടി പോയി, സോറി എന്നും പറഞ്ഞ് ഇമ്മാതിരി ബുദ്ധി പോയില്ലാത്ത ആൾക്കാരെ എന്നെ തല്ലൂന്നും പറഞ്ഞ് എന്റെ അടുത്തേക്ക് അയക്കരുത് പ്ലീസ്. എന്തായാലും നീ മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് നീ ഒരു കാര്യം കൂടെ പറയണം. മദ്യപാനം ആരോഗ്യത്തിനും ഹാനികരം. അതാണ്